പ്രഗ്നൻസി ടൈമിൽ ഈ കോൺസ്റ്റിപ്പേഷൻ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? കോൺസ്റ്റിപ്പേഷൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പകുതി കൂടുതൽ പ്രഗ്നൻറ്റ് ഫീമെയിൽസും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഗർഭകാലത്ത് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റി കുറയും. കോൺസ്റ്റിപ്പേഷൻ അത് കാരണം വരും. അതുപോലെ തന്നെ ഒരു 5 months 6 months കഴിയുമ്പോഴത്തേക്ക് ഗർഭപാത്രം വലുതായി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഇഫക്ട്സ് കാരണവും കോൺസ്റ്റിപ്പേഷൻ വരും. പിന്നത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ 3-ാം മാസം തൊട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ് അയൺ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതാണ്. പിന്നത്തെ മെയിൻ റീസൺ മിക്ക പേഷ്യൻസിനും നമുക്കറിയാം വോമിറ്റിംഗ് ഉണ്ടാവും, ഛർദിലുണ്ടാവും. ചിലർക്കത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ 2 കാരണങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയണിൻ്റെ നമുക്ക് കണ്ടൻസ് മോഡിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ടാബ്ലറ്റുകൾ കഴിക്കാം. വെള്ളം ധാരാളം കുടിക്കണം. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല, പ്രഗ്നൻസിയിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, തലവേദന, പിന്നെ അതുപോലെ ബോഡിയിൽ വരുന്ന ക്രാംസ്, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ കാരണം വരുന്നതാണ്. അപ്പോൾ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും.